വെൽക്കം ബാക്ക് ടു പാറു ഡയറീസ്. അപ്പോൾ നമ്മളിന്ന് തൊടുപുഴ സമ്മർ ഫെസ്റ്റ് കാണാൻ പോകണം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. അപ്പോൾ അവിടെ തന്നെ കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് വെക്കേഷനൊക്കെ ആയിട്ട് ഇരിക്കില്ലേ, അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ അടിപൊളിയാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയൊരു വാട്ടർഫോൾ കാണാം. അതുപോലെ തന്നെ ഓരോരോ ആനിമൽസിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. അത്യാവശ്യം ഫോട്ടോ എടുക്കാനൊക്കെ നല്ലതാണ്. നല്ല നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. Whether it rains or the sun shines, you're so fine like cherry wine. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് നമ്മൾ സമ്മർ ഫെസ്റ്റിലെ തന്നെ മെയിൻ ആയിട്ടുള്ള മത്സ്യകന്യകളെ കാണാനാണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്റ്റാൾസിലോട്ടാണ്. അവിടെ കുറേ അധികം സ്റ്റാൾസ് ഉണ്ടായിരുന്നു. ഫർണിച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ ബുക്സിൻ്റെ അങ്ങനെ കുറേ അധികം സ്റ്റാൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കണ്ട് പോയി ഇനി അടുത്ത് ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഈ സ്പോട്ടിലെ മെയിനായിട്ടുള്ള നമ്മുടെ നയഗ്ര വാട്ടർഫോൾസിൻ്റെ സെറ്റിലോട്ടാണ് പോയത്. അവിടെ കുറേ അധികം ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ ഇഷ്ടംപോലെ ഇതുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. അവർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ എല്ലാവരും ഇങ്ങനെ തിരക്ക് കൂടി ഭയങ്കര ഇതായിരുന്നു. അവിടെ മാത്രമായിരുന്നു ഇത്രയും തിരക്ക് ഞാൻ കണ്ടുള്ളൂ. അവിടെ എല്ലാവരും ശരിക്കും ഒരു വാട്ടർഫോൾസിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഓരോ റൈഡ്സിലാണ് കയറിയത്. അതുപോലെ തന്നെ നമ്മൾ ഗോസ്റ്റ് ഹൗസിലും കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾ പിള്ളേരെയും കൂട്ടി വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു പ്ലേസാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലാണ് വരുന്നത്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചേട്ടാ ഇനി അടുത്ത വീഡിയോ കാണാം.